ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇ.പി. ജയരാജന്റെ ആത്മകഥ ചോർത്തിയതിൽ കേസെടുക്കാൻ നിർദ്ദേശം. ADGP മനോജ് എബ്രഹാം കോട്ടയം SP-ക്ക് നിർദ്ദേശം നൽകി. DC ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയെ പ്രതി ചേർക്കും. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, DC-യുടെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയായ ശ്രീകുമാറിൽ നിന്നാണ് ഇത്തരത്തിൽ ആത്മകഥ ചോർന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഇത് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? വിനിത, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിവാദമായിട്ടുള്ള ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ ഇ.പി. ജയരാജൻ DC-യുമായി അല്ലെങ്കിൽ മാതൃഭൂമി ബുക്സ് അടക്കമായ ഒരു രീതിയിലുള്ള കരാറിന് ഏർപ്പെട്ടില്ല എന്ന അടക്കം വാർത്തകൾ പിന്നീട് പുറത്തു വരികയും DC-ക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും DC-യിൽ നിന്നാണ് ഇത് ചോർന്നു പോയത് എന്നതടക്കമുള്ള തെളിവുകൾ സഹിതം പുറത്തു വരികയും ചെയ്തിരുന്നു. പോലീസ് അന്വേഷിക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കുറ്റത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടി ഇപ്പോൾ കോട്ടയം SP-ക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. മനോജ് എബ്രഹാം, അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനാണ് ഇപ്പോൾ DGP-യുടെ ചുമതലയുള്ള. DGP അവധിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ ഒരു നിർദ്ദേശം കോട്ടയം SP-ക്ക് നൽകിയിട്ടുണ്ട്. ഈ കേസുമായി അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത മുന്നോട്ട് പോകാൻ. നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല പോലീസ്. ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചേർക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും DC ബുക്സ് MD ഇതിൽ പ്രതിയാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രതി ചേർത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ശരി, ഏതായാലും DC ബുക്സ് അധികൃതർ തന്നെയായിരിക്കും പ്രതി ചേർക്കപ്പെടുക എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ നിന്ന് തന്നെയാണ് ഇത് ചോർന്നത്, ആത്മകഥ ചോർന്നത് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു.